നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ 1/2 ലിറ്റർ കട്ടി പാല് ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് അടി പിടിക്കാണ്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. പതുക്കനെ ഇളക്കി കൊടുത്താൽ മതി. തിള വരുമ്പോൾ ഫ്ലെയിം ചെറുതാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വലിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങ നീരിന് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത ഉടനെ പാല് പിരിയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്തിടാം. പതുക്കനൊന്ന് ഇളക്കി കൊടുക്കാം. പാല് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോൾ ചൂട്ടോടെ തന്നെ നമുക്കിതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പേന ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോട്ടൻ്റെ തുണി നനച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പതുക്കനൊന്ന് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോവില്ല. ഇതിലേക്ക് ഞാൻ ചൂടുള്ള പിരിഞ്ഞ പാലിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പനീർ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാലിനെ കുക്കിംഗ് പ്രോസസ്സ് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചൂടൊന്ന് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു 2 ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും. പിന്നെ നമുക്ക് ഇതിലുള്ള ബാക്കി വെള്ളം ഈ തുണി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞ് കളയാം. അപ്പോഴാണ് നമുക്കതിനെ കട്ടയാക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് കോട്ടൺ തുണിയിൽ തന്നെ വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ ടൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് പനീറിൻ്റെ കട്ടേനെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കണം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ ഇതിന് മേലെ കയറ്റി വെക്കുന്നത്, വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതിന് മേലെ വെയിറ്റ് വെക്കണം. കോട്ടൺ തുണി ആവുമ്പോൾ പനീറിൽ എന്തെങ്കിലും ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി അത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ടൊരു കട്ട പോലെ നമുക്ക് പനീറിനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിതിനെ എടുത്ത് മാറ്റുകയാണ് പാത്രത്തിന്. ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പനീർ എങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന്. കടയിലത്തെ വില പിടിച്ച പനീറിന് കാളും വീട്ടിലുണ്ടാക്കുന്ന പനീർ നല്ല ഫ്രഷ് ആയിരിക്കും. ഇതിൻ്റെ മണവും നല്ലൊരു മണമായിരിക്കും. കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്മെല്ല് കുറച്ചൊരു നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന കാരണം കൊണ്ട് കുറച്ചൊരു വ്യത്യാസപ്പെട്ട സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പനീർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫുൾ ക്രീം പാല് എടുത്താൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നാരങ്ങ നീരിൻ്റെ പുളിരസം കളയാൻ, പിന്നെ പനീർ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിന് നിർത്തണം. അതിന് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ പനീർ നല്ല കോട്ടൺ തുണിയിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ അതിൽ എന്തെങ്കിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടി ആ കോട്ടൺ തുണി ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കൊരു കട്ടയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.